ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിങ്സ്. ഇന്ന് നമുക്കൊരു റാഗി വട്ടയപ്പം ഉണ്ടാക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1.5 കപ്പ് റാഗി പൗഡർ എടുക്കണം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. ഇത് മുത്താറി, കൂവരകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള കരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പത്തിന് നമ്മളൊക്കെ എടുക്കുന്ന കരിക്കില്ലേ, ആ ഒരു പരുവം. കരിക്കില്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ആയാലും മതി. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് വേവിച്ച ചോറ് ചേർക്കണം. അത് ഞാൻ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്, ഏത് റൈസ് ആയാലും മതി കേട്ടോ. പിന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമുള്ള അപ്പത്തിനാണ് ഞാൻ ഈ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതലോ കുറവോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് ആ കരിക്കെടുത്തില്ലേ, കരിക്കിൻ്റെ വെള്ളം 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കരിക്കിൻ്റെ വെള്ളം ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. നമ്മളിത് ആദ്യം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തതെന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പൊടി റാഗി പൊടിയല്ലേ ഇടുന്നത്. നമ്മൾ പൊടി ഡയറക്റ്റ് മിക്സിയിലിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞു വരില്ല. ഈ പൊടി അവിടെ എവിടെയൊക്കെ കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ബൗളിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ ബ്ലെൻഡറിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതായിപ്പം നല്ല പേസ്റ്റ് പോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ നോർമൽ ഈസ്റ്റ് ഒരു ബൗളിൽ 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഫെർമെൻ്റ് ആവാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പം ഞാൻ ഈസ്റ്റ് ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു 10 അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മാവ് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കണം. ഒഴിച്ച് വെച്ചിട്ടതിന് ശേഷം നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അപ്പത്തിന് വേണ്ടത്. അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം കുറേ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം നല്ല കട്ടിയായി പോകും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഇനി കുറച്ചും കൂടി വേണം, കുറച്ചുകൂടെ ഒരു ഇപ്പോൾ ഒരു തിക്കാണ്, കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഇത് കൂവരകിൻ്റെ പൊടിയല്ലേ, അത് കുറച്ച് നേരം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തത്. ഇപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിത് നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റിൽ ചേർക്കുന്നത്. നമ്മൾ ആദ്യം അരയ്ക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം ഒരു 4 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു അതിൻ്റെ കൂടിയിട്ട് അരച്ചെടുത്താലും മതി. ഇതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അധികം തിക്കും അല്ല തിന്നും അല്ലാത്തുള്ള ഒരു കൺസിസ്റ്റൻസി. അപ്പം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ മാവ് പൊങ്ങാൻ വെക്കണം. ഇപ്പം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ മാവ് പൊങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും റൈസിൻസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായി. ഇവിടെ നല്ല ചൂടായിരുന്നു. ഒരു 2 മണിക്കൂറായപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് തിരക്ക് കാരണം എനിക്ക് ഇതിൻ്റെ അപ്പം ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു 3 മണിക്കൂറായപ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മാവ് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് ഫില്ല് ചെയ്യാം. ഫുള്ള് ഒഴിക്കരുത്, ഒരു 1/4 ഭാഗത്തോളം. പിന്നെ ഒരു കാര്യം, നമ്മളിത് ഫുള്ള് ഇളക്കി ഇതിൻ്റെ ആ പതയൊന്നും കളയാൻ പാടില്ല. ജസ്റ്റ് മുകളിൽ നിന്ന് കോരി ഒഴിക്കുകയേ ചെയ്യാവൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ അപ്പം കട്ടിയായി പോവും. ഇനി ഇതൊരു
2 മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നേരത്തെ ആദ്യമേ തന്നെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഇതെല്ലാം സിങ്കായി പോകും. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വെക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് നമുക്കിനി ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 17 മിനിറ്റ്സ് ആയപ്പോഴേക്കും അപ്പം കുക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ. തണുക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാൻ പറയുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തണുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടെക്സ്ചറിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ ഞാനിത് മുറിച്ച് കാണിക്കാം. ഇതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ റാഗി വട്ടയപ്പം റെഡി.